ഒറ്റമൂലി ഒറ്റമൂലി എന്ന് കേട്ടിട്ടുണ്ടോ? വേണ്ട കൂഞ്ഞിൽ എന്ന് കേട്ടിട്ടുണ്ടോ? മിണ്ടാതെ ഉരിയാടാതെ സമയവും കാലവും ദിക്കും നോക്കി അവയുടെ അനുവാദം ചോദിച്ചുകൊണ്ട് ആദരവോടെ പറിച്ചെടുക്കുന്ന ഔഷധസസ്യം. പൊതുവെ ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെ ഒറ്റമൂലി ഗണത്തിൽ പെടുത്തുന്നു. അവയിൽ ഒന്നാണ് ആനച്ചുടി. പൃഥ്വിയുമായി ചേർന്ന് കിടക്കുന്നതുകൊണ്ടും അതായത് ഭൂമിയുമായി നിലംപറ്റി കിടക്കുന്നതുകൊണ്ടും ഔഷധവീര്യം ഏറെയുണ്ട്. ഈ സസ്യത്തെ എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ആനയുടെ പാദം ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്നത് കൊണ്ടാവാം ആനച്ചുവടി എന്ന് പേര് വീണിട്ടുള്ളത്. പശുവിൻ്റെ നാക്ക് പോലുള്ള ഇലകൾ ഉള്ളതുകൊണ്ട് ഗോശിഹ്വ എന്നും സംസ്കൃതനാമം കൂടി ഇതിനുണ്ട്. ആസ്റ്ററേസിയ കുടുംബത്തിൽപ്പെട്ട ആനച്ചുവടിയുടെ ശാസ്ത്രനാമം ഇലിഫന്റോപസ് കാബർ എന്നാവുന്നു. ഇതിൽ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം എന്നിവയുടെ അമ്ലങ്ങൾ അടങ്ങിയിരിക്കുന്നു. സമൂലം ഔഷധയോഗ്യമായ ഈ സസ്യം ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കും. ഹൃദ്രോഗം, മൂത്രം ചുടിൽ, വിഷം, കുടൽ രോഗങ്ങൾ, ചുണങ്ങ്, വയറിളക്കം എന്നിവയ്ക്കും ഉത്തമം. നാട്ടിൻപുറങ്ങളിൽ പണ്ടുകാലത്ത് വിഷം തീണ്ടിയാൽ മുറ തെറ്റാതെ പറിച്ചെടുത്ത് തണുത്ത വെള്ളത്തിൽ അരച്ച് ഗരുഡമന്ത്രം ജപിച്ച് സർപ്പവിഷം ബാധിച്ചയാൾക്ക് കുടിക്കുവാനും മുറിവിൽ ഇറ്റിച്ചു വീഴ്ത്തുവാനും കൊടുത്തിരുന്നു. അത് വിഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനും കഴിയുമെന്നും പറയപ്പെടുന്നു. ഇതെല്ലാം പഴയ നാട്ടറിവുകൾ മാത്രമാണ്, അത് പങ്കുവയ്ക്കുന്നു. ഇതൊന്നും അനുകരിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഒരുപാട് ഔഷധസസ്യങ്ങളെ സമ്പുഷ്ടമാണ് നമ്മുടെ കേരളം. നമ്മുടെ ആയുർവേദവും അതിൻ്റെ ഗുണങ്ങൾ വിസ്മരിച്ചുകൂടാ. ഓരോരോ ഔഷധസസ്യത്തെയും നാം സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ ജേക്കബ് മാത്യു ഇലഞ്ഞി. പ്രിയരെ, ലൈക്ക് ചെയ്യുമല്ലോ, ഷെയർ ചെയ്യുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.